നിതിൻ, ആദ്യമായി ചന്ദ്രന് കാലുകുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നീൽ ആംസ്ട്രോങ് എന്നാണ് പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും പുസ്തകങ്ങളിലൊക്കെ അത് തന്നെയാണ് കാണാനുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഒരു BJP നേതാവും MP യുമായ അനുരാഗ് ഠാക്കൂർ പറയുകയാണ് ഹനുമാനാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന്. ഞാൻ കേട്ടിട്ടില്ല. ഈ രാമായണവും പുരാണ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ പോലും ചന്ദ്രന് കാലുകുത്തിയതായിട്ട് കേട്ടിട്ടില്ല. സൂര്യനെ കണ്ടിട്ട് അമ്പഴങ്ങിയാണ് എന്ന് പറഞ്ഞ് പറന്നു പോയപ്പോൾ ഇനി ചന്ദ്രനിൽ ഇടയ്ക്ക് ലാൻഡ് ചെയ്തോ അത് നമ്മൾ മിസ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് ഈ നമ്മുടെ വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കില്ലേ? തീർച്ചയായും. അനുരാഗ് ഠാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം മറിച്ചു. അനുരാഗ് ഠാക്കൂർ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള BJP-യുടെ യുവ MP ആണ്. പക്ഷേ ഇത്രത്തോളം ഒരു ഇന്ത്യ രാജ്യത്തെ പോലെ ഒരു രാജ്യത്തിനകത്ത് ഇത്രത്തോളം വിവരക്കേട് ഒരു പാർലമെന്റ് അംഗം വിളിച്ചു പറയാന്ന് പറയുമ്പോൾ താഴെത്തട്ടുള്ള RSS അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പ്രവർത്തകന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന MP ആണ് വിളിച്ചു പറയുന്നത് ലോകത്താദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ഹനുമാനാണ്. ഹനുമാന്റെ വീരകഥകൾ നമ്മൾ ഇതിഹാസങ്ങളിൽ പുരാണങ്ങളിൽ വായിച്ചതാണ്. അതിലൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഹനുമാനെ നമ്മൾ ആരാധിക്കുന്നതാണ്. ഉത്തരേന്ത്യയിൽ ഹനുമാൻ ആരാധിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. എന്തിന് കേരളത്തിൽ പോലും ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഇത്രത്തോളം ഒരു വിവരക്കേട് വിളിച്ചു പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടല്ല, ബോധപൂർവം ഈ അനുരാഗ് ഠാക്കൂർ ചെയ്യുന്നതാണ്. ഉത്തരേന്ത്യയിലെ വലിയൊരു വിഭാഗത്തെ തൻ്റെ കൂടെ നിർത്തുക, BJP-യുടെ കൂടെ നിർത്തുക, അതായത് നമുക്ക് ആരാധന തീർച്ചയായും ഒരു ചർച്ചയാക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിൽ BJP വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ഹനുമാന്റെ ആരാധകർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഒരു MP ആണ് പറയുന്നത് ഞാനോ ചേച്ചിയോ അല്ല, ഒരു ഇന്ത്യൻ പാർലമെന്റിലെ അംഗം പറയാണ് ആദ്യമായി കാലുകുത്തിയത്. അതിന്റെ പേരിൽ ഇനി തർക്കം നടക്കാൻ പോവുകയാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് BJP-യുടെ ലക്ഷ്യം. അതിലവർ വിജയിക്കുകയും ചെയ്തു. അല്ല, BJP-യുടെ പൊതുവെ ഒരു ലക്ഷ്യവും അങ്ങനെ തന്നെയാണ്. വിശ്വാസികളുടെ, അതായത് മതപരമായി ഉള്ള വിശ്വാസത്തിലുള്ള കഥാപാത്രങ്ങൾ ബന്ധപ്പെടുത്തി ഒരു ചർച്ച ഉണ്ടാക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ഈ വിശ്വാസികളുടെ മനം കീഴടക്കുക. കേരളത്തിലാണെങ്കിൽ അയ്യപ്പനെ വെച്ചിട്ടായിരുന്നു കളിച്ചത്. അതായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ വിഷയം ഉണ്ടായതിനു ശേഷമാണ് കേരളത്തിൽ BJP-ക്ക് ഒരു ഉയർച്ച ഉണ്ടായത്. അതുപോലെ ഇപ്പൊ തമിഴ്നാട്ടിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മുരുക ഭഗവാനെയാണ്. മുരുകഭക്ത സംഗമം വെച്ചിട്ടാണ് അവിടെ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഇപ്പൊ നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ തന്ത്രം മനസ്സിലാക്കിയിട്ട് മറ്റു ചിലരും ഇതേ തന്ത്രവുമായി ഇറങ്ങിയിട്ടുണ്ട്. അതെ, അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി നിരീശ്വരവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന, ദൈവമില്ല എന്ന് എപ്പോഴും പറഞ്ഞ് ദൈവത്തെ സ്മരിക്കുന്ന ഇടതുപക്ഷക്കാർ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു. അപ്പോൾ അവരൊന്ന് കൂടുതൽ BJP-ക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അവർ കൂടുതൽ ശ്രമിക്കുന്നതാണത്. അത് ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പേ BJP-ന്റെ നിലപാട്. അതായത് അനുരാഗ് ഠാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അനുരാഗ് ഠാക്കൂർ ഇത് അയാളെ സന്ദർശനപ്രകാരം പറയുന്നത് ഇതൊക്കെ BJP-യുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ, അതായത് നേതാക്കന്മാരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കൃത്യമായി ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. നേരത്തെയും ഇത്തരത്തിൽ വലിയ വിവാദ പരാമർശങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. പശുവിന്റെ ചാണകവുമായി ബന്ധപ്പെട്ട്, പുഷ്പക വിമാനമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ സഹോദരന്മാർ അല്ലാതായി. വിമാനം കണ്ടെത്തി അവരെ തലച്ചോറ് കൊണ്ട് പ്രവർത്തിപ്പിച്ച് വിമാനം കണ്ടെത്തി പറപ്പിച്ച് അവരൊന്നും അല്ലാതായി. ഇത്തരത്തിൽ അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ള ആളുകൾ ഭക്തിയുടെ മറവിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് ഒരു തടയിടാൻ ഇന്ത്യയിലെ നീതിപീഠത്തിന് കഴിയുന്നില്ല എന്നത് ഏറ്റവും ഖേദകരമായൊരു വസ്തുതയാണ്. അല്ലെങ്കിൽ അനുരാഗ് ഠാക്കൂറിനെ പോലെ ഒരു പാർലമെന്റ് അംഗം, കേരളത്തിലെ ഒരു പാർലമെന്റ് അംഗം ഇത് പറയേണ്ട പിറ്റേ ദിവസം പക്ക അവിടെ കാലുകുത്താൻ പറ്റുക. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. അനുരാഗ് ഠാക്കൂർ ഇപ്പോൾ ഹനുമാനേക്കാൾ വലിയ ഭക്തി അനുരാഗ് ഠാക്കൂറിനോട് ആളുകൾക്ക് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇല്ല, കേരളത്തിലുള്ളവരെ മാറ്റി നിർത്തണ്ട. ഇത് കേട്ടിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇത് ഷെയർ ചെയ്യുന്ന മലയാളികളും ഉണ്ട്. തീർച്ചയായും ഉണ്ടാവും. കാരണം BJP-യെ അത്രത്തോളം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഹനുമാനെ ആരാധിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പൊ ഉണ്ടാവുക. അത് ഇതിനെ ഇപ്പൊ ദൈവങ്ങളെന്ന് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ, ക്രിക്കറ്റ് കളിക്കാരാവട്ടെ, സിനിമാ താരങ്ങളാവട്ടെ, രാഷ്ട്രീയ നേതാക്കളാവട്ടെ, ഇവരെ കുറിച്ചെല്ലാം ഇപ്പൊ എനിക്കൊരു താരത്തെ ഇഷ്ടമാണെന്ന് വെച്ചോ. അപ്പൊ ആ താരത്തിനെ കുറിച്ച് മറ്റൊരാൾ വന്ന് വളരെ അത്ഭുതമുള്ള ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അയ്യോ ആണോ എന്ന് തോന്നിട്ട് ആ ആളിനോട്, ഈ പറയുന്ന ആളിനോട്, നമ്മുടെ ആരാധനാമൂർത്തിയോടും കുറച്ചുകൂടെ ഒരു ഇതാവും, ഇല്ലേ? അപ്പൊ ആ പറയുന്ന ആളിനോട് നമുക്കൊരു മമത വരും. അപ്പൊ ഈ ഒരു തന്ത്രമാണ് ഈ പയറ്റുന്നത്. പ്രത്യേകിച്ച് ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് എന്നും അതിനെ മുറുകെ പിടിക്കും. ആ ഒരു ഇപ്പൊ മുരുകനാവട്ടെ, ഹനുമാനാകട്ടെ, ശ്രീരാമനാകട്ടെ, ആരോ ആകട്ടെ, ഏത് ദൈവമോ ആകട്ടെ, ആ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. നമ്മളൊന്നിലും അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആവേശം ഉണരും. അത് ഈ പറയുന്ന ആൾക്കാരോടും ആ പാർട്ടിയോടും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരേ ഉള്ളൂ എന്ന ഒരു തീർച്ചയായും. അതായത് ലോകകപ്പ് ക്രിക്കറ്റിന്റെ സമയത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും, പല വൻകിട കുത്തക ബ്രാൻഡുകൾ, ആരോഗ്യത്തിന് പൂർണ്ണമായും ഹാനികരമാകുന്ന ബ്രാൻഡുകളുടെ പരസ്യങ്ങളിൽ
നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന താരങ്ങളായിരിക്കും ക്രിക്കറ്റ് താരങ്ങൾ അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളായിരിക്കും അവരുടെ പരിസരത്ത് പ്രത്യക്ഷപ്പെടുക. ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒരു കാലത്ത് പെപ്സിക്കെതിരെ കൊക്കക്കോളയ്ക്കെതിരെയൊക്കെ വലിയ സമരം നടന്ന സാഹചര്യത്തിൽ ഈ ബ്രാൻഡ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഔട്ടാവുന്ന രൂപത്തിലാണ് അവരിറക്കിയ ഒരു പരീക്ഷണം. സച്ചിനെ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കി അവർ കൊണ്ടുവന്നു. അവർക്ക് ഇന്ത്യയിൽ മൊത്തം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നാണ്. അതുപോലെയാണ് ഇന്ന് വരെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം സച്ചിൻ ചിലപ്പോൾ ജീവിതത്തിൽ അത് കുടിച്ചിട്ടുണ്ടാവില്ല, അയാൾക്ക് അതിന്റെ ഹാനികരമായ അവസ്ഥകളൊക്കെ കുറിച്ചറിയാം. പക്ഷെ സാധാരണക്കാരൻ ഇവിടെ 100 രൂപയ്ക്ക് കൂലിപ്പണിയെടുക്കുന്നത് സച്ചിനോടുള്ള ആരാധന മൂത്തിട്ട് ഈ കൊക്കക്കോള വാങ്ങി കുടിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പാടത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ സച്ചിനോടുള്ള ആരാധന കൊണ്ട് ഇതുമായി ടേസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. ഇപ്പം മിലാഫ് കോള എന്ന് പറഞ്ഞ കോള സൗദി അറേബ്യ വിപണിയിൽ ഇറക്കിയ സമയത്ത് കുടിച്ച ആളുകൾ പറഞ്ഞ ഒരു വസ്തുവിന് കൊള്ളില്ല. അതിനൊരു നെഗറ്റീവ് ഇമ്പാക്ട് കേരളത്തിലെ ചില ആളുകൾ ഉണ്ടാക്കാൻ നോക്കിയാൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ അത് ഒന്ന് കൊള്ളായിട്ട് പോലും ആളുകൾ വാങ്ങി കുടിക്കുന്ന സാഹചര്യമുണ്ട്. ആ രൂപത്തിലാണ് ഹനുമാനെ ആരാധിക്കുന്ന ആളുകൾക്ക്, ഹനുമാനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിലിപ്പോ ഹനുമാൻ വലിയ എന്തോ ഇത്രയും കാലം ആരാധിച്ചതിലപ്പുറം ഒരു പാർലമെന്റ് അംഗം ഇത് തുറന്ന് പറയുമ്പോൾ ഹനുമാനാണ് ആദ്യമായി ചന്ദ്രനിൽ പോയി കാലുകുത്തിയ വ്യക്തി എന്ന് പറയുമ്പോൾ അവരുടെ അപ്പം ഭക്തിയുടെ പരകോടിയിൽ എത്തി നിൽക്കുകയാണ്. അത് തന്നെയാണ് BJP ചൂഷണം ചെയ്യുന്നത്. അടുത്ത തവണ അനുരാഗ് ഠാക്കൂർ എവിടെ മത്സരിച്ചാലും 100 വോട്ട് അധികം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ അതിനപ്പുറത്തെ കാര്യം പറയാൻ ഇപ്പുറത്തെ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സമാജ്വാദി പാർട്ടിക്കാരനോ തയ്യാറാണോ? അങ്ങനെ തയ്യാറായാൽ പോലും ആളുകൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. കാരണം കോൺഗ്രസ്സുകാരൻ ഇത്രത്തോളം ഭക്തിയിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു ഭാഗത്ത് ഭക്തി വിറ്റ് കാശാക്കുന്നതും ഭക്തി കൊണ്ട് ഉപയോഗം നേടുന്നതും BJP-കാരനാണ്. അത് അനുരാഗ് ഠാക്കൂറിന് കൃത്യമായി അറിയാം. അനുരാഗ് ഠാക്കൂർ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത് പകൽ പോലെ വ്യക്തം. കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നു, ഈ മണ്ടത്തരം പറയുന്നു എന്ന് പറഞ്ഞിട്ട് എതിർത്തു എന്നിരിക്കട്ടെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുരാഗ് ഠാക്കൂർ ആയിരിക്കുമോ പ്രിയപ്പെട്ടവൻ? അത് ഇതിനെ എതിർക്കുന്ന കോൺഗ്രസ് എതിർത്തിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ ചവിട്ടി ഉതുക്കുമുറിക്കൂ. അല്ല, ഉള്ള സ്ഥലത്ത് കാരണം ഉത്തരേന്ത്യയിൽ ഭൂരിഭാഗം BJP കൈപ്പിടിയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ശ്രീരാമനെ ഉപയോഗപ്പെടുത്തി, സീതയെ ഉപയോഗപ്പെടുത്തി, ലക്ഷ്മണനെ ഉപയോഗപ്പെടുത്തി, രാവണനെ വരെ BJP ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കോൺഗ്രസ്സുകാരൻ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ പകച്ചു നിൽക്കുക. അനുരാഗ് ഠാക്കൂറിന് അറിയാം ഇവിടെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഒരു അനുരാഗ് ഠാക്കൂർ ഒരു പ്രതീകം മാത്രമാണ്. ഇത്തരത്തിൽ 100 കണക്കിന് അനുരാഗ് ഠാക്കൂർമാർക്ക് അറിയാം എവിടെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. അതായത് ഇന്ത്യയിൽ തന്നെ BJP അധികാരത്തിലേക്ക് വരുന്നത് ശ്രീരാമന്റെ പേരും അയോധ്യയെ ഉപയോഗപ്പെടുത്തിയ. അയോധ്യയിലെ പള്ളി പൊളിച്ച സ്ഥലത്ത് അവർ ക്ഷേത്രമാണ്. ഇനിയിപ്പം അയോധ്യക്ക് വലിയ മാർക്കറ്റ് ഇല്ല എന്ന് കണ്ടാണ് അവരടുത്ത ആളെ പിടിച്ചു. അതാണ് BJP-യുടെ മാർക്കറ്റിംഗ് തന്ത്രം. അത് കോൺഗ്രസിന് തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഹനുമാനെ ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ ശ്രീരാമനെ വിശ്വാസികളെ ചൂഷണം ചെയ്ത് നിലനിൽക്കാൻ കഴിയില്ല. അവിടെ കേരളത്തിൽ മാത്രമാണ് BJP-ക്ക് ഒന്ന് കൈപൊള്ളി. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ സാഹചര്യത്തിൽ BJP-ക്കാർ കുറെ അക്രമമൊക്കെ നടത്തിയെങ്കിലും അതിന്റെ ഗുണം ലഭിച്ച കേരളത്തില് കോൺഗ്രസിനാണ്. കാരണം അവിടെ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ കോടതി വിധിയെ മറികടക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. നിയമനിർമ്മാണം മാത്രമേ അതിന് പോകാൻ വഴിയുണ്ടായിരുന്നു. ആ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിച്ചു. CPM-കാരന്റെ വനിതാ മതിൽ കെട്ടാൻ പോയ ആളുകൾ വരെ കൈപ്പത്തിക്ക് പുറത്ത് വന്ന് വോട്ട് ചെയ്തു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. CPM കൈപൊള്ളി അവര് യുവതികളെ ഇനി എന്ത് തന്നെ സുപ്രീം കോടതിയല്ല അയ്യപ്പൻ ഇറങ്ങി വന്നാലും ഇനി യുവതികളേറ്റ് ശബരിമലയ്ക്ക് CPM ഇനി അങ്ങോട്ട് പോവില്ല. അവിടെ ചേച്ചി പറഞ്ഞ നേരത്തെ ആഗോള അയ്യപ്പ എന്ന സംഘമായിട്ട് CPM ഇപ്പം കടന്നു വരിക. വലിയ ദൈവമില്ല അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, മിത്താണെന്ന് പറയുന്ന ആളുകൾ അയ്യപ്പ സംഘവുമായിട്ട് കടന്നു വരുന്നതിലും വലിയ വിരോധാഭാസം മറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ഇനി അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ എന്തൊക്കെ പുലിവാലി നടക്കുന്ന ദൈവത്തിന് അയ്യപ്പന് മാത്രമേ അറിയൂ. കേരളത്തിലെ CPM അയ്യപ്പനെ പിടിച്ച് അത്യാവശ്യം കച്ചവടം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇപ്പുറത്ത് ഹനുമാനെ, ശ്രീരാമനെ, സീതാദേവിയൊക്കെ പിടിച്ച് BJP കച്ചവടം നടത്തുന്നത്. അതിൽ അനുരാഗ് ഠാക്കൂറിനെ പോലുള്ള 100 കണക്കിന് അനുരാഗ് ഠാക്കൂർ ഇന്നും നാളെയൊക്കെ രംഗത്ത് വരും. പക്ഷെ ഇവിടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. കേരളത്തിൽ അയ്യപ്പനാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഹനുമാനെ എതിർക്കാൻ കോൺഗ്രസിന് പറ്റില്ല. പരസ്യമായിട്ട് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ തെറ്റാണെന്ന് കോൺഗ്രസ് പറഞ്ഞ് എതിർത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അടിവേരറക്കും. കാരണം പല സംസ്ഥാന ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുക. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിന് ഇപ്പം പരസ്യമായിട്ട് അനുരാഗ് ഠാക്കൂറിനെ തള്ളി പറയാൻ കഴിയില്ല. കനിമൊഴിക്ക് പാർലമെന്റ് പറയാൻ, DMK MP-ക്ക് പാർലമെന്റിലോ അല്ല പാർലമെന്റിന്റെ പുറത്തോ പറയാൻ പറ്റില്ല. അവർക്ക് തമിഴ്നാട്ടിൽ മാത്രമേ ബാധിക്കൂ. അവരിങ്ങനെ മേക്കപ്പ് ചെയ്യുന്നവർക്കറിയാം. പക്ഷേ കോൺഗ്രസിനെ തള്ളി പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് എല്ലാം കൂടി പെട്ടിരിക്കുകയാണ്. അനുരാഗ് ഠാക്കൂറിനെ പോലുള്ള ആളുകൾ ഹനുമാനെ, ശ്രീരാമനെ, സീതേനൊക്കെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം കഴിയും. കോൺഗ്രസിന് മേലോട്ട് നോക്കിയിരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. പക്ഷെ അവിടെ പ്രബുദ്ധരായ ജനങ്ങൾ കോൺഗ്രസിന്റെ നിലപാടിനെ അംഗീകരിക്കും. അനുരാഗ് ഠാക്കൂർ പറഞ്ഞതല്ല, ചരിത്ര യാഥാർത്ഥ്യം എന്താണ് എന്നത് വായനാശീലമുള്ള സ്കൂൾ വിദ്യാഭ്യാസമുള്ള ആളുകൾക്കെല്ലാം അറിയാം. പക്ഷെ അത്തരക്കാരെ പോലും കയ്യിലെടുക്കാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് BJP-യുടെ ഇന്ത്യയിലെ ഈ വളർച്ചയിലൂടെ വ്യക്തമാകുന്നത്. ഈ പറഞ്ഞതിലെ ഈ ആൾക്കാരെ തിരിച്ചു ചിന്തിക്കാൻ ഇവർ പ്രേരിപ്പിക്കുകയാണ്.
ശരിക്കും ഈ ചന്ദ്രനിൽ അതിനു മുന്നേ മറ്റയാൾ പോകുന്നതിന് മുന്നേ നീലാംസ്ട്രോങ് പോകുന്നതിന് മുന്നേ നമ്മുടെ ഹനുമാൻ പോയിട്ടുണ്ടാവുമായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നതാണ് BJP-യുടെ രാഷ്ട്രീയം. തീർച്ചയായും അത് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അത് തന്നെയാണ് അത്തരത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ അകത്തേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്ന ചൂണ്ടയിൽ കൊത്തുമോ, ഒരു 100 ചൂണ്ടെറിഞ്ഞാൽ അതിലൊരു 80 പേര് കൊത്തിയാൽ അല്ലെങ്കിൽ 50 പേര് കൊത്തിയാൽ BJP-ക്ക് ലാഭം. കോൺഗ്രസിന് ഗണ്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ BJP ഇതര പാർട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ BJP ശ്രമിക്കുന്നത്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സയൻസ് പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയൂ. കോൺഗ്രസിന് നാളെ പറയാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആശയം അതല്ല, കോൺഗ്രസിന് ഒരിക്കലും ഹനുമാനാണ് പോയതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. കാലാകാലങ്ങളായി പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ സയൻസും ഇത്രത്തോളം വളർന്നിട്ടും എങ്ങനെയാണ് ഇത് പറയാൻ തോന്നുന്നത് ഞാൻ നോക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനെ മറികടക്കുക എന്നത് വലിയ പ്രതിസന്ധിയുള്ള കാലം. കാരണം ഒരു ഭാഗത്ത് ഭക്തി വിറ്റ് BJP വോട്ടർമാരെ ചൂഷണം ചെയ്യുന്നു, ഒരു ഭാഗത്ത് ഇത്തരത്തിൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ചൂഷണം ചെയ്യുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും സയൻസ് പറഞ്ഞ് പ്രതിരോധിക്കുക എന്നത് ഇന്നത്തെ ഇന്ത്യയിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നേരത്തെ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ സാക്ഷരത കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. ഇന്ത്യ കുറ്റക്കാരും കോൺഗ്രസ് തന്നെ. കാരണം കോൺഗ്രസ് ആണ് ഇവിടെ സാക്ഷരത കൊണ്ട് ആളുകൾക്ക് അക്ഷരാഭ്യാസം എത്തിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ആളുകൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുത്തത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP-യിലെ ആളുകൾ ദൈവത്തിനെ വിറ്റ്, ഭക്തിയെ വിറ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദൈവങ്ങളെ വിറ്റ്, ഹനുമാനെ പോലെയുള്ള, ശ്രീരാമനെ പോലെയുള്ള, സീതാദേവിയെ പോലെയുള്ള, രാവണനെ പോലെയുള്ള, ശ്രീകൃഷ്ണനെ പോലുള്ള ആളുകളെ വിറ്റ് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത്. ഇതെന്തായാലും ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും BJP-യുടെ ഈ 4ാം കിട രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കരുതെന്ന് മാത്രമാണ് പറയാൻ.